മാർക്കോസേ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കടാ. പെണ്ണുങ്ങളല്ലടാ പിള്ളേര്. എടാ ക്ലാസ് എടുത്ത ട്രെയിനിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണം. ദാഹിച്ച് വലഞ്ഞു വേണം പാവങ്ങള്. കേട്ടോടാ, ഗോവിന്ദൻ കുഞ്ഞിന്റെ അച്ഛൻ എനിക്കിട്ട പേരാണ് ഭീമസേനൻ. പോരട്ടെ. കർത്താവെ, കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതാണോ? സോഡ ഒഴിച്ച് 2 പീസ് ഐസ് ഇട്ട കൂളായില്ലടാ മാർക്കോസ് മാക്രി. എന്നാലും കോളേജിൽ പഠിക്കുന്ന പിള്ളേര് കുടിക്കാന്ന് പറഞ്ഞ തന്തമാര് കുടിച്ച് ലയിച്ച് കിടന്നപ്പോ ജനിച്ചതാണ് ഇവന്മാര്. കള്ളി പറഞ്ഞത് കള്ളിനോട് ഒട്ടിച്ചേരണമെന്ന പ്രമാണം. ഒട്ടിക്കോട്ടിടാ, നിനക്കെന്തടാ? എനിക്കൊന്നുമില്ല. 1 2 3 അത് ഇത്തിരി കൂടുതലാണ്. അത് കുറച്ച. ഓക്കെ. അതാരും നോക്കൂ. അത് ഞാൻ തന്നെ നോക്കാം. ചീഫ് കുക്ക് ആണല്ലേ, നല്ല സ്ട്രോങ് ആയിട്ട്. ലെവലൊക്കെയാണ്. വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കണ? വെള്ളം ഒഴിക്കണ്ടല്ലേ? ഒന്നിലൊഴിച്ചാൽ നിന്റെ പത്രോസങ്ങളെ വരുന്നേ. അത് മാറ്റടാ. ലോകാവസാനം വരെ അവളുമാരിങ്ങനെ നടന്നോണ്ടിരിക്കും. ആ CD ഇടുക. കാണട്രാ, ഈ കുലുങ്ങി വരുന്നതിലൊരെണ്ണം നിന്റെ ഗോപികയാണെന്ന് വിചാരിക്കുന്നു. വേണ്ടെങ്കി വേണ്ട, എന്നാ റസ്യാബികാന്ന് സങ്കല്പിച്ചോ. അവളിങ്ങനെ നടന്നാലുണ്ടല്ല, അവളുടെ മുട്ടുകാലി പത്രോസ് പുണ്യാളോ പാനപാത്രങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടാറായില്ലേ? എന്നാ കൊണ്ടുവാ. പിന്നെ ഞാൻ ഉടുപ്പൂരിയ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേര് തുണി പോവാഞ്ഞ നന്നായി. കൊണ്ടുപോച്ചായ വാങ്ങിച്ചു കുടിയടാ. അവന്റെ ഒരു പേടി. എനിക്ക് വേണ്ട, കോള മതി. കൊളവാക്കരുത്. എനിക്ക് ഒഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ ഒഴിച്ചത്? പന്തിയിൽ പക്ഷാഭേദം പാടില്ല കുഞ്ഞെ. നിങ്ങൾ 5 പേരുടെ കാരണന്മാര് എന്നോട് പറഞ്ഞത് 5 പേരും ഒരുപോലെ നോക്കണമെന്നാ. പത്രോസേട്ടോ, എന്റെ ഒരു ഉത്തരവാദിത്തല്ലേ, അതങ്ങോട്ട് വലിച്ചു കുടിച്ചേ. തന്റെ ഒരു ഉത്തരവാദിത്തം കൂൾ ഡ്രിങ്ക്സ് അകത്തില്ലേ? ഉണ്ട്. ദൈവമേ, അച്ഛനായിരിക്കും. അതെങ്കിലും 10 മണിക്കല്ലേ? പള്ളിയിലച്ഛനല്ലടോ, എന്റെ അച്ഛൻ. ഞങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമ്പോ ഇതെടുത്ത് മാറ്റി വെക്കണമെന്ന്. ഇയാൾ ഇത് എടുത്തിട്ട് പറ, ഞങ്ങൾ മോളിൽ ഇരുന്ന് പഠിക്കാന്ന്. അച്ഛാ, ഞാൻ 10 ദിവസമാണ് ലേറ്റ് ആയത്. പഠിക്കാന്ന് പറ. പഠിക്കല്ല, പഠിക്കുക. അത് പിന്നെ പ്രത്യേകം പറയണോ? മക്കള് പഠിത്തമല്ലേ. ആ പഠിത്തം പറഞ്ഞ പുസ്തകം തന്നിട്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്ത് രസമാണെന്നറിയോ? പുസ്തകം താഴെ വെക്കൂല. അക്കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രീറ്റാ. മോനെ വിളിക്കണ്ടേ? വേണ്ടേ? അപ്പൊ പിന്നെ അവർ പഠിത്തം കഴിഞ്ഞിട്ട് വിളിക്കാം. ഈ ക്ഷമിച്ചാക്ക് ശരി. എന്റെ വ്യാകുല മാതാവ്, ഓർക്കാപ്പുറത്ത് ഭാർഗവ മുതലാളിയിട്ട് വന്നു കയറി ഞാൻ എന്നാ ചെയ്യും? സ്ട്രീറ്റ് ആണെന്നല്ലേ താനിപ്പോ ഫോണിൽ പറഞ്ഞത്. അച്ഛൻ വന്നോട്ടെ, തന്നെ ഇപ്പൊ നാഷണൽ ഹൈവേ ആക്കും. അപ്പൊ ഞാൻ നോ എൻട്രി ബോർഡ് വെക്കും. എന്ന് വെച്ചാ ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് കഴിക്കുക. തന്റെ സംഭ്രമം ഒന്ന് മാറട്ടെ. എന്റെ വ്യാകുല മാതാവ്, ഞാനിത് കൈ കൊണ്ടുപോടൂല. എന്നാ കൈ കൊണ്ടുപോടണ്ട. ഇതെങ്ങനെ കുടിക്കോടാ? സ്ട്രോ അച്ചാറാ. അത് ഇന്നലെ സത്താറ് കൊണ്ടുപോയി. സത്താറിലുണ്ടൊരു ബാറ്. ഇങ്ങനെ പറഞ്ഞേ, തങ്ങളെ അണ്ണാക്കിലേക്ക് കിട്ടോ. അജ്മലെ നിന്നെ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇത് അപ്പനെ കയറി അന്തപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണല്ലോ അവന്. കോണക്കകത്ത് കീടനാശിനിയാണെന്ന് പത്രത്തിൽ വച്ചില്ലേ? അതാ. അതിനുള്ള മറമരുന്ന് ഇത് തന്നെ. ഇതാർക്കാണി കൊണ്ടുപോകണം? ഇതൊരു വർഗ സ്നേഹമാണെന്ന് ചോദിച്ചു. ഞാനൊരു കോഴിയാണെന്ന് നിനക്കറിയില്ലേ? അതെനിക്ക് മനസ്സിലായി. ഒന്ന് നീയും കയറ്റിക്കും. ഒരു കഷ്ണോ? അതിന്റെ പട്ടിയെടുക്കും. 3 കിണ്ണം പീസ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ മാതാവേ.
സാറാമേ, സാറേ, സാറേ, സാറേ. നിങ്ങളെ കാത്തിരുന്ന് ഞാൻ മടുത്തു. കുരിശ് വരച്ച് കിടക്കാൻ തുടങ്ങുമായിരുന്നു. വാ. ആ സാത്താൻ കുഞ്ഞുങ്ങളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് വരാൻ വലിയ പാടാണ് സാറേ. ദാ തുറന്നു നോക്കി. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? എന്തൊരു മണം എന്റെ കർത്താവേ. സ്വമേധയാ വരുന്നതിനെ തടയരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ആ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വീഞ്ഞു കുടിച്ചപ്പോ 2 തുള്ളി എനിക്കും തന്നു, ഞാനും കുടിച്ചു. തന്നെത്താനങ്ങ് കുടിച്ചു ദുഷ്ടൻ. നീ കുടിക്കുമ്പോൾ അവളെയും കുടിപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഓർത്തു. ദാ ജലം ഏറ്റുവാങ്ങുന്ന മരുഭൂമിയെ പോലെ ഇതങ്ങ് പിടിക്കില്ല സാറേ. എന്തൊരു കടുപ്പം. കടുപ്പം കുറക്കാൻ ഒരു വഴിയുണ്ട്. ഇതൊരു കാലെടുത്ത് കുടിച്ചു. കർത്താവേ, നിന്റെ കൃപ അപാരം. ഇന്ന് പ്രാർത്ഥനക്കിടെ എനിക്ക് കോഴിയുടെ ദർശനം കിട്ടിയിരുന്നു. അപ്പൊ നീ ഇടയ്ക്കെന്നെ ഓർക്കാറുണ്ടല്ലേ? കർത്താവേ, സ്വസ്ത്രം. ഇത് തോർച്ചയാണ് അടുത്ത് കളഞ്ഞു. ബിന്ദു, എന്താടി? എനിക്കിത്തിരി ചൂടുവെള്ളം വേണം. നിക്കടെ പാലൊന്ന് തിളക്കട്ടെ. അയ്യോ, അത് പറ്റില്ല. ആ ഗായകന്റെ മൂക്കടഞ്ഞിരിക്കാത്രേ. വിക്സ് ഇട്ട് ആവി പിടിക്കണം. എങ്കിൽ പതുക്കെ കൊടുത്താ മതിയടി. അത്ര നേരം വാതോർക്കാതിരിക്കുമല്ലോ. ഓ, കവിത ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ? ആ, മൂക്കടപ്പുള്ള കവിതയല്ലേ? അതെ അതെ, വളരെ സൂക്ഷിക്കണം. ഒക്കെ വായി നോക്കിയടാ. നിങ്ങൾ വരുന്നത് ഒരു ശ്മശാനം പോലെയാ വീട്. അതുപോലെ തന്നെയാ ഞങ്ങളുടെ മതി. മക്കളെ, സിസ്റ്റംസ് ഒക്കെ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്ന ആ വയസ്സനുസരിച്ച് രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം. സ്ഥലം പറഞ്ഞാ പോരെ? എപ്പോ പിക്ക് ചെയ്യുന്ന ചോദിച്ചപ്പോലെ അല്ലടാ. പിന്നെ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആശ കൊള്ളാം. സിസ്റ്റം തന്നെ ഓണാക്കാൻ അറിയാതെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാനോ? അല്ലേലും നിങ്ങൾക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ അല്ലേ പിടിക്കൂ. അധികം ചിരിക്കേണ്ട. നിങ്ങൾക്ക് പറ്റിയ ഒരാൾ അവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ല്. ഡിയർ ബോയ്, ഐ എം പീസ് പീതാംബർ, ഡയറക്ട് മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്. കടന്നു വരൂ. നിങ്ങൾക്ക് നല്ലൊരു സാധനം എന്റെ കയ്യിൽ. അതെ, എന്താണത്? ഇത് ഐക്യു ടോപ്പർ ക്യാപ്സൂൾ. ഇതെന്താന്ന് വെച്ചാല് ഇത് കഴിച്ചാൽ ഉടനെ ബുദ്ധി വർദ്ധിപ്പിക്കും. ബുദ്ധി വർദ്ധിക്കോ? ഉറപ്പാണല്ലോ. എടാ, നീ ഒരെണ്ണം വാങ്ങി. 100% ഗ്യാരണ്ടി. 100% ഗ്യാരണ്ടി. അപ്പൊ അളിയ ഉറപ്പായിട്ട് നീ ഒരെണ്ണം കഴിച്ചേ പറ്റൂ. ഇന്നാ പിടി. അമേരിക്കൻ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ട. ഇത്രയും ആൾക്കാരുള്ളപ്പോ ഞങ്ങൾ മാത്രമാണ് ബുദ്ധി കുറഞ്ഞെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? എന്തൊരു അല്ല സുഹൃത്തെ, നിങ്ങൾ ഈ ക്യാപ്സൂൾ കഴിക്കാറുണ്ടോ? നിങ്ങളൊക്കെ പോലെ ഐക്യൂട്ട് ആവശ്യമൊന്നുമില്ല. ഇത് എന്റെ കയ്യിൽ വേറെ ഐറ്റംസ് ഉണ്ട്. ഇത് കൂളിംഗ് ഗ്ലാസ് അല്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണ്. സാധാരണ കൂളിംഗ് ഗ്ലാസ്. ഇതെന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞ പറ്റിയ ഒരു കാര്യം. എന്ത് കഴിച്ചു? ഇട്ട് കഴിഞ്ഞാൽ കോസ്റ്റ് മാത്രമേ കാണൂ, ശരീരം കാണത്തേ ഇല്ല. കേട്ടോ, നമ്പറുകളൊക്കെ കൊള്ളാം, സംഭവങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് കേട്ട് വെക്കാൻ സമയമില്ല. ചേട്ടോ, ഒരു കാര്യം ചെയ്യും. അവിടെ കുറെ പെൺകുട്ടികൾ നിൽപ്പുണ്ട്. കുറച്ച് ഐക്യു കുറവുള്ള കൂട്ടത്തിലാ. ചേട്ടൻ അവരുടെ അടുത്തേക്ക് ചെല്ല്. ഈ കത്തിയൊക്കെ പറ. അവരാകുമ്പോ ചേട്ടൻ എന്ത് പറഞ്ഞാലും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെല്ല് ചെല്ല് ചെല്ല്.